ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിപ്പോൾ നമ്മളിവിടെ അയില പൊള്ളിച്ചതെന്നും പറയാം, തിളപ്പിച്ചതെന്നും പറയാം, ഇങ്ങനെ വേണമെങ്കിലും പറയാം. വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. ഇത് വെളിച്ചെണ്ണ തന്നെ ചെയ്യണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെളിച്ചെണ്ണ ചൂടാകട്ടെ. ഇത് ഒരു 4 സ്പൂൺ മുളക് പൊടി, 4 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് വെച്ചേക്കണം കേട്ടോ. പിന്നെ 4 കഷ്ണം കുടംപുളി ചൂടുവെള്ളത്തിട്ട് വെച്ചേക്കണം. 2 സവാള പൊടിയായി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വേപ്പില എടുത്തിട്ടില്ല, മറന്നുപോയി. കുറച്ച് വേപ്പില. നല്ല കഴുകിയതാണ്. ഇച്ചിരി വേപ്പില കൂടുതൽ, നല്ല മുളക് കറി. നമുക്കിതിൽ 1/4 ടീസ്പൂൺ കടുക്, കുറച്ചിട്ടായി 1/4 ടീസ്പൂൺ കടുക്, ഇത് 2-3 ഉലുവ. ശേഷം നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, സവാള നോക്കിയത്, കടുക് വഴറ്റാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം കേട്ടോ. പിന്നെ 1/2 കിലോ അയില, 4 അയില. ഇച്ചിരി വലിയ കഷ്ണമാണ്, മുളകിട്ട് വയ്ക്കണ കാരണം ഇത്തിരി വലിയ പീസാണ് ടേസ്റ്റ്. സവാള വേണ്ടി നമുക്ക് ഈ അരപ്പ് പൊടി ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞും പോവും, കറിക്ക് തിക്കുണ്ടാവില്ല, വെള്ളം പോലെ ഇരിക്കും. മീനിൽ അരപ്പൊന്നും പിടിക്കാത്ത പോലെ ഇരിക്കും നമുക്ക്. അപ്പം നമുക്കതൊരു ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. മീനിൽ അരപ്പൊക്കെ പിടിക്കാണ്ടിരുന്നാൽ വെള്ളം പോലെ ഇരിക്കുമ്പോൾ സുഖമാവില്ല. അപ്പം ഞാനിങ്ങനെ ചെയ്യാറ്. ചെറിയ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ആണെങ്കിൽ നമുക്ക് പൊടിയിടാം. പക്ഷെ പൊടിയിനേലും നല്ലത് കണ്ടോ, കാണിച്ചു തരാം കേട്ടോ. പൊടിയിനേലും നല്ല കണ്ടോ, അരപ്പ് ഇത്തിരി തിക്കായിട്ടിരിക്കും, ചാറൊക്കെ നല്ല കുറുകനിരിക്കും. ഇത് നല്ലപോലെ അതിൽ വഴണ്ട് നല്ല രസമാണ്. ചോറിൻ്റെ കൂടെ നമ്മൾ വെള്ളയപ്പം ഇല്ലേ, വെള്ളയപ്പം, ഇടിയപ്പം, ചപ്പാത്തിക്കൊന്നും പറ്റില്ല, പത്തിരി, പുട്ട്, ആഹാ ചൂട് പുട്ടും അയില തിളപ്പിച്ചെന്നോ പൊള്ളിച്ചെന്നോ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇത് ഞാൻ 4 കഷ്ണം കുടംപുളി കീറി കഴുകി നല്ല തിളച്ച വെള്ളത്തിട്ട് വെച്ചിട്ട്, അപ്പോൾ നല്ലോണം പെട്ടെന്ന് പുളി ഇറങ്ങും. ഇത് 1/2 കിലോ 4 അയില തന്നെ, 130 വില. 4 ഇച്ചിരി വെയിറ്റ് കൂടിയുണ്ട്, 150.
എനിക്കിപ്പോൾ അതിശയമാണ് മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോഴേ ഈ 50 ഗ്രാം കൂടുതലുണ്ടെങ്കിലൊക്കെ പണ്ടൊക്കെ ഞങ്ങളുടെ ആ ചെറുപ്രായത്തിലൊന്നും മീൻ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഇത്തിരി തൂക്കം കൂടുമ്പോ അങ്ങനെ തന്നെ പൊങ്ങി വരും. പക്ഷെ ഇപ്പൊ ഈ ഇലക്ട്രോണിക് മെഷീൻ ആയതുകൊണ്ട് തൂക്കണ ഇതായതുകൊണ്ട് 5 ഗ്രാമോ 10 ഗ്രാമോ ഒക്കെ കൂടുതലുണ്ടെങ്കിൽ അതിന്റെ പൈസ ആവും. അതിന്റെ കറക്റ്റ് എടുത്ത് പരിപ്പ വേറൊക്കെ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് തൂക്കി തരും. മീനൊക്കെ ആണെങ്കിൽ ഇപ്പൊ 1 കിലോ 100 ആണെങ്കിൽ അതിനിപ്പോ ഇത്തിരി കൂടുതലാണെങ്കിൽ 150 രൂപ. കാലമൊക്കെ മാറി. നിങ്ങളൊക്കെ സങ്കടം വരുമ്പോ എന്താ ചെയ്യാ? കരയോ? പക്ഷെ ഞാൻ സങ്കടം വരുമ്പോ കരയാണ്ടാ ചെയ്യണ. എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. അതെന്താന്ന് എനിക്കറിയില്ല. എല്ലാരും എന്നെ വഴക്കുറയും. കരയുണ്ട് ആരുടെയും മുമ്പിൽ. കരഞ്ഞ് ഞാൻ തോറ്റു പോയി നടത്താം. പക്ഷെ ഞാനത് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ശരിയല്ലേ, നമ്മ ആരുടെയും മുമ്പിൽ കരയുന്നല്ലേ, തോറ്റു പോവും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കെങ്കിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ഉടനെ കരച്ചിൽ വരും. ആ കരച്ചിൽ കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയായി. കുറെ പരാതി പറയും. പക്ഷെ അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ ഒരാളും കൂടെ വേണമല്ലേ? ആരോട് ഷെയർ ചെയ്യും നമ്മൾ? എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ കരയുന്നതോ പരാതി പറഞ്ഞൊന്നും ഇഷ്ടമല്ല. അത് കാരണം പറയില്ല. പക്ഷെ ഞാൻ തന്നെത്താൻ പരാതി പറയും. പിന്നെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഇവിടെയുള്ളവരല്ല, കണ്ണൂരുള്ളതാണ്. ചിലപ്പോൾ ഞാൻ എൻ്റെ സങ്കടം ഞാൻ അവരോട് പറയാറുണ്ട്. അവർ പറയും ലൈഫിൽ എല്ലാം നമ്മൾ മാനേജ് ചെയ്ത് പോകണം, എന്നാലേ ലൈഫ് മുമ്പോട്ട് പോകുള്ളൂ. ആ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഒരു ആശ്വാസമല്ലേ? അത് വല്ലാത്തൊരാശ്വാസം എന്താ? മനസ്സെന്ത് മഴ പെയ്ത് മഴക്കാറ് വെച്ച് മഴ പെയ്ത് തെളിഞ്ഞ് നല്ലൊരു. പക്ഷെ ഞാൻ കരഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. എനിക്ക് അങ്ങനെ എൻ്റെ ഒരു സ്വഭാവം വെച്ചാൽ അങ്ങനെയാണ്. ചിലപ്പോൾ ഞാൻ തന്നെ നോക്കുമ്പോൾ ഞാനെന്താ ഇങ്ങനെയാണ്. പക്ഷെ നമ്മളെന്തെങ്കിലും നമ്മുടെ സങ്കടങ്ങൾ ആരോടെങ്കിലും പറയാൻ കഴിഞ്ഞ് നമ്മുടെ കൂടപ്പുറപ്പിനോടൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ചിലർക്ക് അത് കേൾക്കാനുള്ള മനസ്സില്ല. നമ്മളെ കുറ്റപ്പെടുത്തോട്ടെ, എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തും. ഒത്തിരി പേര് എന്നെ കുറ്റപ്പെടുത്തും. ഒത്തിരി പേര് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ളവർ, എൻ്റെ ബ്രദർമാർ എല്ലാം കുറ്റപ്പെടുത്തും. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, എന്താണ് ഇവരെന്നെ ഇങ്ങനെ കുറ്റപ്പെടുന്നത്? പക്ഷെ ഞാൻ പറയണ കാര്യം അവർക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവരത് നെഗറ്റീവായിട്ട് എടുക്കും. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. നമ്മളെ മനസ്സ് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നീ ചെയ്തത് തെറ്റാണ്, നീ അങ്ങനെ ചെയ്തത് തെറ്റാണ് കേട്ടോ, അങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീല് വേറെ അല്ലേ. കുറച്ച് കൂടുതൽ അരപ്പ് നല്ലോണം തിളച്ചിട്ട് എനിക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. അരപ്പൊന്ന് വേഗട്ടോ. ഞാനങ്ങനെ എനിക്ക് പെട്ടെന്ന് സങ്കടവും വരും, പെട്ടെന്ന് സന്തോഷവും വരും. ആരുടെ മുമ്പിൽ കരയാൻ പാടില്ലെന്ന് ചോദിച്ചോ, അവരുടെ മുമ്പിൽ ഞാൻ കരയും. പൊതുവെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിസ്സാര കാര്യത്തിൽ കരഞ്ഞു പോകും. അതിപ്പോ സിനിമ കണ്ടാലും സീരിയൽ കണ്ടാലും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവരും ഹാപ്പിയായിട്ട്. നമ്മളെല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കൂല കേട്ടോ. നമുക്ക് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയണമെങ്കിൽ ഞാൻ കുറച്ച് നേരം നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ. ഞാനാണ് ഏറ്റവും നല്ലതെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഹാപ്പി ആയിരിക്കും. ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ എനിക്ക് വലിയൊരു ആറ്റം ബോംബ് പോലത്തെ ഒരു സങ്കടമായിരിക്കും. നിങ്ങളുടെ ലൈഫിലൊക്കെ അങ്ങനെ ഉണ്ടോ? ഉണ്ടാവും, ഇല്ലാണ്ടൊന്നും ഇരിക്കില്ല. പക്ഷെ നമ്മുടെ മനസ്സിലെ സങ്കടം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര്, കാരണം നമ്മളെ ചതിക്കൂല, നമ്മളോട് പറഞ്ഞത് മറ്റുള്ളവർക്ക് പറയില്ല, അങ്ങനെ ഒരാളായിരിക്കണം നമുക്ക് ഷെയർ ചെയ്യാൻ. നമ്മൾ ചെയ്തത് തെറ്റാണെങ്കിൽ അത് തെറ്റാണ് കേട്ടോ, നീ അങ്ങനെ ചെയ്തായിരുന്നു അടിയിലായിരുന്നു. അപ്പോൾ അത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയല്ല കിട്ടുന്നത്. പക്ഷെ നെഗറ്റീവ് എനർജിയാണ് എനിക്ക് എപ്പോഴും കിട്ടുന്നത്. നമുക്കപ്പോൾ വെള്ളം ഒഴിക്കാം. അരപ്പൊക്കെ നല്ലപോലെ ഉണ്ട്. അരപ്പ് മുരിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. വെള്ളം ഒഴിച്ചാൽ ആ പച്ചമണമൊന്നും ഇതൊന്നും മാറില്ല. ഇത് നല്ല ഇത് നമുക്ക് മീനിടാം. മീനിടാന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ വലിയ കഷ്ണമൊക്കെയാണ് എടുത്തേക്കണം. മീൻ്റെ മുട്ട അയിലാണ്.
ഇനി നമുക്കിത് നല്ലതല്ല ചാറൊക്കെ നമ്മൾ നല്ല കുറുക. പക്ഷെ നമ്മൾ പൊടിയാണ് ഇടണമെങ്കിൽ വെള്ളം പോലെ ഇരിക്കും. നമ്മളത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലപോലെ കുഴച്ചിട്ട് മുരിക്കണമെങ്കിൽ നല്ല കറി നല്ലോണം തിളക്കട്ടെ. ഒത്തിരി വെള്ളവും വെക്കരുത് കറിക്ക്. ആരോട് നോക്കിയാ കറി തിളച്ചിട്ടില്ല. ഇവിടെ ഗ്യാസ് അടുപ്പിനൊക്കെ ഒരു പനിയായിട്ടുണ്ട്, കത്തുന്നില്ല അതെയോ.
അപ്പോൾ നമ്മുടെ കറി തിളച്ചോണ്ടിരിക്കുന്നു. ഇനി നമുക്ക് എണ്ണയൊന്നും ഒഴിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചട്ടിക്കറി നല്ല മീൻകറി റെഡി. അപ്പം അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ.